നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതെന്തോ വലിയ ടാസ്ക്കാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു മടി തോന്നാം. ചിലർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, പക്ഷേ സംസാരിക്കാൻ അറിയില്ല. എന്നാൽ മറ്റു ചിലർക്ക് എഴുതാൻ അറിയാം, പക്ഷേ വായിക്കാൻ അറിയില്ല. ഇനി നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വന്നേക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ റിവാർഡ് സിസ്റ്റം ഉണ്ടാവാം. അതായത് സന്തോഷമുണ്ടാക്കുന്ന കെമിക്കൽസ് ആക്ടിവേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് ആക്ടിവേറ്റ് ആവും. അപ്പോഴാണ് നമ്മൾ ഉറങ്ങാതിരിക്കുകയുള്ളൂ. നമ്മൾ കണ്ടു കാണും പലരും ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതായിട്ട്. അവർക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അവരെന്തോ വലിയ സംഭവമായി കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കാത്തതും. ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് ഇരുന്നാൽ ആദ്യം ഓർക്കേണ്ടത് എനിക്കൊരു ഗോളുണ്ട്, അത് അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ എന്ന കാര്യം നമ്മൾ ഇടയ്ക്കിടെ മനസ്സിനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. സോ നെക്സ്റ്റ് നിങ്ങൾ ലൈഫിൽ പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതി വെക്കാം. നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് ഡ്രാമ ഒക്കെ കാണുന്നത് വളരെയധികം ഇഷ്ടമാവും. നമ്മൾ കാണുന്ന സമയത്ത് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനാവും. സോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേർഡ്സ് ലഭിക്കും. മാത്രമല്ല അതിൻ്റെ ഉച്ചാരണയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫിലിംസ്, ന്യൂസ്, ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇനി ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് കംഫർട്ട്. പലരും വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും പഠിക്കുന്നതായിട്ട് കാണാം. എന്നാൽ നമ്മളൊരു കംഫർട്ട് സോണിലല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ല ഒന്നും തന്നെ പഠിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഇതുവരെ നമ്മൾ മലയാളം സംസാരിക്കുന്നവരുടെ ഒപ്പവും കൂട്ടുകൂടിയിട്ടുണ്ടാവുക. സോ ഇനി നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് അവരോട് സംസാരിക്കുക. ആ ഒരു സമയത്ത് നമുക്കൊരു ഭയം തോന്നും. അപ്പം നമ്മൾ നമ്മളോട് തന്നെ പറയാം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, എന്നിട്ട് എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന് മാത്രമാണ്. നമ്മുടെ മനസ്സിനെ സ്വയം പറഞ്ഞുകൊണ്ട് ധൈര്യശാലിയാക്കുക. ആ ഒരു സമയത്ത് നമുക്ക് കംഫർട്ട് സോൺ ലഭിക്കുകയും ഇതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ചില ആളുകൾ ഉണ്ടാവും, ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാവുമെന്ന് ഭയച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കും. അവരോട് പറയാനുള്ളത്, നമ്മൾ തെറ്റാണെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് തോന്നലുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ചെറുപ്പകാലത്ത് നടത്തം പഠിക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂളായിട്ട് നടക്കുന്നു. ഇതൊന്നും ഒരു വലിയ കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിനോട് തന്നെ പറയാം. നമ്മൾ ഡെയിലി ഇങ്ങനെ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ദെൻ ചില ആളുകൾ ഗ്രാമറിനെ ഭയച്ചുകൊണ്ട് സംസാരിക്കില്ല. ഇനി നമ്മളിതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് ഏതൊരു ലാംഗ്വേജും പഠിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും സാധിക്കും. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഗ്രാമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് മാത്രമാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.